ഹായ് ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3 ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് പിന്നെ ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം ഡെറ്റോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മാത്രം മതി കേട്ടോ, കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, ഈ ചെയ്യുന്ന ടിപ്സുകൾ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ്. അപ്പോൾ ഈ ഗുളിക എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അടർത്തി എടുത്തിട്ട് നേരെ നമ്മുടെ ഇടികല്ലിൻ്റെ ബാക്കിലങ്ങ് വെച്ചിട്ട് ഇടികല്ലിൻ്റെ ഇടി കൊണ്ട് ഇടിച്ചോ, അല്ലെങ്കിൽ നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് ഇടികല്ല് വെച്ചിട്ട് ഇടിച്ചാലും മതി കേട്ടോ. കല്ലിൽ വെച്ചിട്ട് ഇടിക്കുന്ന അത് വെച്ചിട്ട് ഇടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പൊതിഞ്ഞ് വെക്കാം. കാരണം നന്നായിട്ട് പൊടിഞ്ഞ് വരുമ്പോൾ പേപ്പറിൽ കനയില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ 2-3 കഷ്ണമായിട്ട് നമുക്ക് മടക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കണേ. നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നമുക്ക് പൂർണ്ണമായിട്ട് കൊല്ലാൻ സാധിക്കുന്നൊരു ടിപ്പാണ് കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. എന്താ പാരസെറ്റാമോൾ ഇത്ര പൊടിയാൻ താമസം? പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാരസെറ്റാമോൾ എടുത്തിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഡെറ്റോളിൻ്റെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചൂടുള്ള വെള്ളമൊന്നും വേണ്ട, നമുക്ക് പച്ചവെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ പച്ചവെള്ളം നമുക്ക് കുറച്ചിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ കളറ് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു ബ്ലാക്ക് പാത്രത്തിലായിരുന്ന സൂപ്പറായിരുന്നു അല്ലേ. നന്നായിട്ട് അത് എല്ലാം വൈറ്റ് ആയപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബ്ലാക്ക് പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എത്ര ഭംഗിയായിട്ടിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണേ. ഇത് കണ്ടോ, നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ അതിൻ്റെ കറക്റ്റ് കളറും ആ തരികളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്നായിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതായിരിക്കും ഒന്നും വേണ്ട കേട്ടോ, ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെ കൊല്ലാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ സെക്കൻഡ് ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണേ. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട കേട്ടോ. നമുക്ക് ഇഞ്ചി നമുക്ക് ഇടികല്ലെടുത്ത് വയ്ക്കാം. ഈ ഇടികല്ലിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് മുറിച്ച് നമുക്ക് സൈഡിൽ വെച്ചിട്ട് നമുക്ക് മുറിച്ചിട്ടൊരു ചെറിയ പീസ് മതി കേട്ടോ. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. ഇഞ്ചി വളരെ യൂസ്ഫുള്ളാണ്. ഇതും നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ കൊല്ലാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു പീസാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നല്ല ഫ്രഷ് ഇഞ്ചി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇഞ്ചി ഇടിച്ചതോ ചതച്ചതോ പേസ്റ്റോ ഒക്കെ ഇരിക്കുന്നതൊന്നും എടുക്കരുതും. ഫ്രഷ് ആയിട്ടൊരു ഇഞ്ചി പീസ് എടുത്തിട്ട് വേണം തന്നെ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഈ ചതച്ച ഇഞ്ചി നമ്മളിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇനി ഇത് ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന ടിപ്സുകൾ ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പാരസെറ്റാമോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുളിക ഒരെണ്ണം പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ പൊടിച്ചുകൊണ്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു കംപ്ലീറ്റ് പാരസെറ്റാമോളിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ സാധനം. ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് 100% എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലോട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാർപ്പിക് ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് ക്ലീനർ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതൊരല്പം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഹാർപ്പിക്കിൻ്റെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഒരല്പം മാത്രമേ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അല്പം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ നിങ്ങൾ. കാരണം നമുക്ക് പിന്നീട് എടുക്കാവുന്ന തരത്തിലേക്ക് വേണ്ട, അപ്പം ഉള്ള ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതിരുന്ന് കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണവും മണവും ഒന്നും ഇല്ലാണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോകും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഹാർപ്പിക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇച്ചിരി വെള്ളം പോരെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ചേർക്കുക. അത്രയും മാത്രം മതി കേട്ടോ. ഇത് ഇത്ര ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്താൽ മതി, ഒത്തിരിയൊന്നും വേണ്ട.
വേണ്ട, ഇനി ഒരു ബോട്ടിലേക്ക് ആക്കുക. ഇത് അരിച്ചൊഴിക്കണം കേട്ടോ, എന്താ വെച്ചാൽ ഇഞ്ചി ചതച്ചതിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊക്കെ നമ്മുടെ സ്പ്രേ ബോട്ടിൽ കയറുന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരു സവാളയുടെ കുറച്ചൊരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു പകുതിയോളം എടുത്താൽ മതിയേ. നമുക്ക് ഈ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കണം. ഇടിച്ചെന്ന് വെച്ചാൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയേ, അരഞ്ഞ പരുവൊന്നും വേണ്ട, അതിൻ്റെ നീര് കിട്ടുന്ന പരുവത്തിൽ മതി. അപ്പോൾ ദേ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് ചതഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ചെയ്യുവാണ് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ കിച്ചണിലൊക്കെ ഇതൊരു പാത്രത്തിൽ വെച്ച് കൊടുത്തേക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലെ പല്ലി കയറുന്നൊരു ശല്യം, അല്ലെ പല്ലി കിച്ചണിലൊക്കെ കയറുന്നത് മാറും. ഇത് സ്പ്രേ ചെയ്തൊന്നും എങ്ങും കൊടുക്കണ്ട കേട്ടോ, നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് പല്ലി അങ്ങോട്ട് എത്തത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇനി മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കിതിലിട്ട് മാറ്റുവാണേ. പിന്നെ നിങ്ങൾ ഈ ടിപ്സ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുക, കാരണം ഇത് നമ്മൾ തളിച്ചൊന്നും കൊടുക്കുന്നില്ല, കിച്ചണിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എടുക്കുന്ന ഇപ്പോൾ ഒരു സവാള ഫുൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളെന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇതിങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ പ്രയോജനം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ടൊരു സാധനം അടുത്തതായിട്ട് ചേർക്കേണ്ടത് പട്ടയാണ്. ഒരു പീസ് പട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, പൊടിഞ്ഞൊന്നും കിട്ടണ്ട കേട്ടോ, ഒന്ന് ചതഞ്ഞ പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ അത് ചതച്ചത് നമുക്ക് നേരെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട ഒരു മിക്സ് നമ്മുടെ വീട്ടിൽ എവിടെയാണോ കൂടുതലായിട്ട് പല്ലികളൊക്കെ വരുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് പല്ലികൾ വരുന്നത് നിൽക്കും. ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ യെല്ലോ കളർ ഉള്ളത് കൊണ്ടാണ് ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ സവാളയുടെ നീരും പട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. വട്ട വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിന് നമുക്കിത് പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടോട്ടൽ 3 ടിപ്സുകളാണ് കേട്ടോ. എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാവുന്ന ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെയുള്ള ടിപ്സുകളാട്ടോ ചെയ്തിരിക്കുന്നത്. ഒന്നും നമുക്കിപ്പോൾ പോയി വാങ്ങേണ്ട ആവശ്യങ്ങളില്ല, ഇതൊക്കെ ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഈ മിക്സിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ ഈ വീഡിയോസ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായാലും നെഗറ്റീവ്സ് ആയാലും നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോ മെസ്സേജും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പറ്റാറ്റ ബൈ ബൈ, സീ യു.